പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് അത്ഭുതകരമായ ആയത്തുൽ കുർസിയെ കുറിച്ചാണ്. ആയത്തുൽ കുർസി നാം ഓതേണ്ട വ്യത്യസ്തങ്ങളായ 11 സ്ഥലവും ഓതിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന അത്ഭുതകരമായ ഗുണങ്ങളെ കുറിച്ച് നമ്മൾക്ക് പഠിക്കാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മുടെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളെ വിഷമങ്ങൾ അകറ്റി തരട്ടെ. ധാരാളം ആളുകൾ പലതും പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. റബ്ബേ, എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ, എല്ലാവർക്കും നീ സന്തോഷം നൽകണേ. അല്ലാഹ്, എല്ലാവർക്കും റാഹത്തല്ലേ, എല്ലാവർക്കും സന്തോഷല്ലേ? എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് ഒരു 3 പ്രാവശ്യം അൽഹംദുലില്ലാ പറയൂ. അൽഹംദുലില്ലാ, 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 അൽഹംദുലില്ലാ പറഞ്ഞവരൊക്കെ അതൊന്ന് കമന്റിൽ എഴുതി വിടുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മളെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത ഖുർആനിലെ ഒരു ആയത്താണ് ആയത്തുൽ കുർസി എന്ന് പറയുന്നത്. വ്യത്യസ്ത സ്ഥലങ്ങളിലായി ആയത്തുൽ കുർസി പാരായണം ചെയ്യാൻ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിലെ അഅ്ലമു ആയത്തുകളിൽ വെച്ച് ഏറ്റവും മഹത്തായതും ഏറ്റവും വലിപ്പമുള്ള ആയത്താണ് ആയത്തുൽ കുർസി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആയത്തുൽ കുർസി നാം ജീവിതത്തിൽ നിത്യേന പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഒട്ടനവധി അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. പരിശുദ്ധ ഖുർആനിലെ അത്ഭുതങ്ങൾ നിറഞ്ഞ വീര്യം കൂടിയ പവർഫുൾ ആയത്താണ് ആയത്തുൽ കുർസി. അതുകൊണ്ടാണ് മദ്രസകളിലൊക്കെ ആയത്തുൽ കുർസി കാണാതെ പഠിപ്പിക്കുന്നത്. ആയത്തുൽ കുർസിയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മൾക്ക് സമാധാനം നിലനിർത്തി തരട്ടെ, സന്തോഷം നൽകട്ടെ. ആയത്തുൽ കുർസി നാം ഓതേണ്ട ഒന്നാമത്തെ സ്ഥലം 5 വക്ത് ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷമാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ 5 വക്ത് ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം ആയത്തുൽ കുർസി പാരായണം ചെയ്യണം. അങ്ങനെ പാരായണം ചെയ്താൽ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാൻ മരണമല്ലാതെ മറ്റൊന്നും തടസ്സമല്ല. സുബ്ഹാനല്ലാഹ്. അപ്പോൾ സ്ഥിരമായി ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം നാം ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാനുള്ള തടസ്സം മരണം മാത്രമാണ്. മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വർഗ്ഗത്തിലേക്ക് പോകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ആയത്തുൽ കുർസി ഓതേണ്ട രണ്ടാമത്തെ സ്ഥലം മഹാന്മാര് പറയുന്നു ഉറങ്ങാൻ കിടക്കുമ്പോഴാണ്. നമ്മൾ ഉറങ്ങാൻ കിടക്കുമല്ലോ, ആ സമയത്ത് ദിക്റുകളും സലാത്തുകളൊക്കെ ചെല്ലാൻ നിബിധങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ചില ആളുകൾ മൊബൈൽ ഫോൺ കയ്യിൽ പിടിച്ചിട്ട് കിടന്നുറങ്ങുക. മൊബൈൽ ഫോണിൽ നിങ്ങൾ റീൽസും കണ്ട് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ റീൽസ് കണ്ട്, കോമഡി കണ്ട്, തമാശകൾ കണ്ട്, അശ്ലീലം കണ്ടുകൊണ്ടാണ് പല ആളുകളും കിടന്നുറങ്ങാറുള്ളത്. അങ്ങനെയല്ല കിടന്നുറങ്ങേണ്ടത്. മഹാനായ നിബിധങ്ങൾ പറയുന്നു, ഇദാ അവൈത ഇലാ ഫിറാശിക, നീ നിന്റെ വിരിപ്പിലേക്ക് പോകുമ്പോൾ, നീ നിന്റെ വിരിപ്പിലേക്ക് ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഫഖ്റ ആയത്തുൽ കുർസി, ആയത്തുൽ കുർസി പാരായണം ചെയ്യേ. അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് ആയത്തുൽ കുർസി ഓതി കിടന്നുറങ്ങിയാൽ അല്ലാഹുവിന്റെ പ്രത്യേക കാവലുണ്ടാകും. പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണുകയില്ല, ശൈത്താൻ നമ്മളിലേക്ക് അടുക്കുക പോലുമില്ല. നമ്മൾ ഉറങ്ങുകയാണെങ്കിലും നമ്മൾക്ക് അല്ലാഹുവിന്റെ കാവലുണ്ടാകും, അല്ലാഹുവിന്റെ മലക്കുകളുടെ കാവലുണ്ടാകും. അപ്പൊ ശൈത്താന്മാര് നമ്മളിലേക്ക് അടുക്കുക പോലുമില്ല. ഇതാണ് രണ്ടാമത്തെ സ്ഥലം. എന്റെ പ്രിയമുള്ളവരെ, ആയത്തുൽ കുർസി ഓതേണ്ട മൂന്നാമത്തെ സ്ഥലം രാവിലെയും വൈകുന്നേരവും പ്രത്യേകമായി പാരായണം ചെയ്യുക എന്നുള്ളതാണ്. മൻകാലഹാ ഹീന യുസ്ബിഹു ഉജീറ മിനൽ ജിന്നി ഹത്താ യുംസിയാ. ഒരാള് പ്രഭാത സമയത്ത് രാവിലെ ആയത്തുൽ കുർസി പറഞ്ഞു കഴിഞ്ഞാൽ, ആയത്തുൽ കുർസി ഓതി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ പിശാച് ബാധയിൽ നിന്ന് രക്ഷയാണ്. ശൈത്താനിയത്തുകളായ ജിന്നുകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. ജിന്ന് ബാധയാണ്, ജിന്നിന്റെ ശർറാണെന്നൊക്കെ പല ആളുകളും പറയുന്നത് കേട്ടിട്ടില്ലേ? ശൈത്താനിയത്തായ ജിന്നുകൾ വന്ന് നമ്മളെ ഭയപ്പിക്കും, നമ്മളെ വീട്ടിലൊക്കെ ശല്യം ചെയ്യും. അതിനെന്ത് ചെയ്യുക? രാവിലെ എന്ത് ചെയ്യണം? ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. എന്നാൽ വൈകുന്നേരം വരെ നമ്മൾക്ക് വലിയ കാവലാണ്. അതുപോലെ തന്നെ വൈകുന്നേരത്ത് ഒരാൾ ആയത്തുൽ കുർസി ഓതിയാൽ പ്രഭാതമാകുന്നത് വരെ, രാവിലെ ആകുന്നത് വരെ പ്രത്യേക കാവലുണ്ടാകും. ഒരു ജിന്നും ഒരു ശൈത്താനും ഒരു പിശാചും നമ്മളെ പേപ്പിക്കൂല, നമ്മളെ ഉപദ്രവിക്കില്ല എന്നുള്ളതാണ്. ഇനി ആയത്തുൽ കുർസി ഓതേണ്ട മറ്റൊരു സ്ഥലമാണ് വീട്ടിൽ പ്രവേശിക്കുമ്പോ. നമ്മളെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോ ആയത്തുൽ കുർസി പാരായണം ചെയ്യണം. അതല്ലെങ്കിൽ അൽ ബഖറ സൂറത്ത് പാരായണം ചെയ്യണം. മഹാനായ നബി തങ്ങൾ പറഞ്ഞു, ഇന്ന ശൈത്താന യഖ്റുജു മിനൽ ബൈത്തിൽ ലദീ തുഖറഉ ഫീഹി
സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിൽ നിന്ന് പിശാചുക്കൾ ശൈത്താൻമാർ ഓടിപ്പോവുകയാണ്. അവിടെ നിൽക്കാൻ കഴിയൂല. ആ സൂറത്തുൽ ബഖറയിലെ പ്രധാനപ്പെട്ട ഒരു ആയത്താണല്ലോ ആയത്തുൽ കുർസി. സൂറത്തുൽ ബഖറയിലെ ഏറ്റവും വലിയ ആയത്താണല്ലോ ആയത്തുൽ കുർസി. അപ്പൊ സൂറത്തുൽ ബഖറ അടക്കം വീട്ടിൽ പ്രവേശിക്കുമ്പോൾ അതല്ലെങ്കിൽ വീട്ടിലിരിക്കുമ്പോൾ പാരായണം ചെയ്യുക. വലിയ കാവല് നമുക്ക് ലഭിക്കും. അഞ്ചാമത്, വീട്ടിൽ നിന്ന് നമ്മൾ യാത്ര പോകുമ്പോൾ, വീട്ടിൽ നിന്ന് അങ്ങാടിയിലേക്ക് പോകുകയാണെങ്കിലും അതല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. അങ്ങനെ ആയത്തുൽ കുർസി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പാരായണം ചെയ്താൽ ആ യാത്രയിൽ നമുക്ക് കാവലുണ്ടാകും. ഒരു അപകടവും സംഭവിക്കൂല, ഒരു തിന്മയിലേക്ക് നമ്മൾ പോകൂല, വിചാരത്തിലേക്ക് പോകൂല, മദ്യപാനത്തിലേക്ക് പോകൂല, മയക്കുമരുന്നിലേക്ക് പോകൂല. അല്ലാഹു കാക്കട്ടെ. ആറാമത്തെ കാര്യം, ഭയം തോന്നുകയാണ്. ഭയം തോന്നുന്ന സമയത്ത് ശത്രുക്കളെ ഭയം, അതല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും കാര്യത്തിൽ നമുക്ക് പേടി വന്നാൽ, ഭയം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ആയത്തുൽ കുർസി ഓതണം. അങ്ങനെ പേടി ഉണ്ടാകുന്ന സമയത്ത് ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞാൽ മനസ്സിന് സമാധാനം ഉണ്ടാകും. മനസ്സിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ധൈര്യം തന്ന് നമ്മൾ അനുഗ്രഹിക്കുകയാണ്. അതിനൊക്കെ പറ്റിയതാണ് ആയത്തുൽ കുർസി. അല്ലാഹു ഓതാനുള്ള ഭാഗ്യം നൽകട്ടെ. നിങ്ങൾ ക്ലാസ് കേൾക്കാതെ ഉറങ്ങുന്നുണ്ടോ? പല ഉമ്മമാരും ഉറങ്ങാന്ന് എനിക്ക് തോന്നുന്നത്. മൊബൈൽ ഫോൺ തുറന്നു വെച്ചിട്ട് ഉറങ്ങരുത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. ഇവിടെ പറയും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അപ്പോൾ ഭയം തോന്നുന്ന സമയത്ത് ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. അതുപോലെ തന്നെ ഏഴാമത്, രോഗമുള്ള സമയത്ത്, നമുക്കൊക്കെ പനി ബാധിച്ചാലും തലവേദനയാണെങ്കിലും അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും നമ്മൾക്ക് രോഗങ്ങൾ വരുമ്പോൾ ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ അത് രോഗത്തിന് ശമനമാണ്, അത് മരുന്നാണ്, അത് ഒറ്റമൂലിയാണ്. തലവേദനയുള്ള സമയത്ത് നമ്മളെ നെറ്റിയിൽ ഇങ്ങനെ ആയത്തുൽ കുർസി കൈ കൊണ്ട് ഇങ്ങനെ വെറുതെ എഴുതി കഴിഞ്ഞാൽ ആ തലവേദന മാറുമെന്ന് വലിയ ഉസ്താദുമാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ ആയത്തുൽ കുർസി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നല്ലോണം ഉപയോഗപ്പെടുത്തണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ ആയത്തുൽ കുർസി ഓതേണ്ട മറ്റൊരു സ്ഥലമാണ് കച്ചവട സ്ഥലം. നമ്മുടെ ജോലി സ്ഥലത്തൊക്കെ ആയത്തുൽ കുർസി ഓതുക. കച്ചവടത്തിൽ വലിയ ബറക്കത്ത് ഉണ്ടാവും, കച്ചവടത്തിൽ നല്ല റാഹത്ത് ഉണ്ടാവും, നല്ല ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും, സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും. അതുപോലെ തന്നെ തടസ്സങ്ങൾ നീങ്ങാൻ വേണ്ടി ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. വീട് പണി തുടങ്ങി, അവിടെ തടസ്സാണ്, ആയത്തുൽ കുർസി ഓതിക്കോ. മക്കളുടെ വിവാഹം തുടങ്ങാണ്, ആയത്തുൽ കുർസി പാരായണം ചെയ്യേ. സ്ഥലം വിൽക്കാൻ നിന്നു, തടസ്സങ്ങളാണ്, ആയത്തുൽ കുർസി പാരായണം ചെയ്യേ. എത്ര പ്രാവശ്യം ധാരാളം പാരായണം ചെയ്തോ? ചില ആളുകൾ ഒരു വട്ടം പാരായണം ചെയ്യും, ഒരു ഫലമില്ല എന്ന് പറയും. പറ്റൂല, ഒന്നൊന്നും പോരാ. എത്രത്തോളം ഓതാൻ പറ്റുമോ അത്രത്തോളം പാരായണം ചെയ്യേ, ഫലമുണ്ടാകും. ഖുർആനാണ് നമ്മൾ ഓതുന്നത്, അള്ളാഹുവിന്റെ ആയത്താണ്, അള്ളാഹുവിന്റെ വചനങ്ങളാണ്. ആയത്തുൽ കുർസിയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ നീ സമാധാനം നൽകണേ അല്ലാഹ്. അതുപോലെ തന്നെ ഇൻദൽ ഹമ്മി വൽ ഹുസ്നി, വിഷമുള്ള സമയത്ത് ടെൻഷൻ ഉണ്ടാകും. പല ആളുകളും പറയാറുണ്ട് അതെ ടെൻഷനാണ്, വിഷമാണെന്ന്. പിടിച്ചോ, അതിനുള്ള മരുന്നാണ് ആയത്തുൽ കുർസി. ടെൻഷൻ മാറാനുള്ള മരുന്നാണ്. മനസ്സിന് സമാധാനം ഉണ്ടാകും, റാഹത്ത് ഉണ്ടാകും, സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ നമ്മൾക്ക് ഭാഗ്യം അല്ലാഹു നൽകുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ പ്രയാസങ്ങൾ വരുമ്പോ, കുട്ടികൾക്ക് സിഹർ ബാധിച്ചാൽ, കണ്ണേറ് ബാധിച്ചാലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നല്ല പഠിക്കുന്ന കുട്ടിയാണ്, ഇപ്പൊ പഠിക്കാൻ വളരെ പിറകോട്ടാണ്, നല്ല ഉന്മേഷമുള്ള ഉഷാറായ കുട്ടിയാണ്, ഇപ്പൊ കുട്ടി വളരെ പിന്നോശമാണ്, വളരെ മോശമായ രൂപത്തിലാണ് നടക്കുന്നത്, നിസ്കരിക്കുകയില്ല, ഉമ്മയോടും ഉപ്പയോടും മിണ്ടുന്നില്ല, പഠിക്കാൻ ഉഷാറല്ല, അധ്യാപകരോട് നല്ല നിലക്ക് പെരുമാറുന്നില്ല. അങ്ങനെ കണ്ടാൽ ആ കുട്ടിക്ക് ആയത്തുൽ കുർസി ഓതി മന്ത്രിച്ചു കൊടുക്കുക. രാവിലെയും വൈകുന്നേരവും സ്കൂളിലേക്ക് പോകുമ്പോ, മദ്രസയിലേക്ക് പോകുമ്പോ മാറ്റങ്ങൾ ഉണ്ടാകും. ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് ആയത്തുൽ കുർസി ഓതണം. അപ്പൊ ആയത്തുൽ കുർസിയുടെ ബറക്കത്തെയാണ്, പവർ എത്രയാണ്. അല്ലാഹു ഓതാനുള്ള തൗഫീഖ് നൽകട്ടെ. ഞങ്ങളുടെ ജീവിതത്തിൽ ആയത്തുൽ കുർസി നിരന്തരമായി ഓതാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ റഹ്മാനെ. ലോകത്ത് നീ സമാധാനം നൽകണേ അല്ലാഹ്. പ്രവാസി സുഹൃത്തുക്കളൊക്കെ യുദ്ധം കാരണം പേടിയിലാണ്, അവർക്ക് നീ സമാധാനം നൽകണേ അല്ലാഹ്. യുദ്ധം തുടങ്ങിയവർക്ക് അത് നിർത്തലാക്കാനുള്ള മനസ്സ് നൽകണേ റഹ്മാനെ. എല്ലാവർക്കും ബർക്കത്ത് നൽകണേ അല്ലാഹ്. നാട്ടിൽ ജോലി ചെയ്യുന്നവർക്ക്, വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഖൈറും ബർക്കത്തും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകണേ അല്ലാഹ്. ഈ ക്ലാസ് കേൾക്കുന്നവരുടെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ റബ്ബേ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.